ഔന്നിത്യം നടിക്കുക എന്നുള്ളത് എന്റെ ഉടമുണ്ടാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഒരു വ്യക്തിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവനെ ഞാൻ നരകത്തിലേക്ക് വലിച്ച് എഴയ്ക്കും, അവനെ നാം നരകത്തിലേക്ക് എറിയും എന്ന് അള്ളാഹു പറയുന്നതായി ലോക പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമായി ഖുർആനിക വചനം ഞാൻ പറയുന്നു, വല്ലാ തംശിഫിൽ അർളി മർഹ. ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടെ മതിമറന്ന് ആഹ്ലാദിച്ചുകൊണ്ട് നിങ്ങൾ ഭൂമിയിലൂടെ നടക്കാൻ പാടില്ല എന്ന ഖുർആനിക പ്രഖ്യാപനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തൂക്കം അഹങ്കാരമുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കില്ല എന്ന് കളവ് പറഞ്ഞിട്ടില്ലാത്ത ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അണുവെന്ന് പറഞ്ഞാൽ നാം ഏവർക്കും അറിയാം, ഒരു വസ്തു എടുക്കുക, ആ വസ്തു എടുത്തിട്ട് അതിനെ സംശയിച്ച് ഇനി സംശയിക്കാൻ പറ്റാത്ത ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കുക. അത്രത്തോളം അഹങ്കാരം ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗലോകത്ത് വളരെ ഉന്നതമായ സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്ന ഇബ്ലീസ് എന്തേ പുറത്താക്കപ്പെട്ടു? മറ്റൊന്നുമല്ല, അഹങ്കാരമാ കാരണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നു. അത് ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നു. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അബുൽ ബശറായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരോട് പ്രകാരം പറയുകയുണ്ടായി, ഉസ്ജുദൂ ലി ആദം, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. തൊണ്ട പിടിക്കുന്നില്ല, അല്പം ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. അങ്ങനെ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും സുജൂദ് ചെയ്യുകയുണ്ടായി. സർവ്വമാലാഖമാരും സുജൂദ് ചെയ്തു. ഇബ്ലീസ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ തയ്യാറായില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് വണങ്ങാൻ ഇബ്ലീസ് തയ്യാറായില്ല. അല്ലാഹുവിന്റെ കൽപ്പന സ്വീകരിക്കാൻ ഇബ്ലീസ് തയ്യാറായില്ല. വസ്തക്ബറ, ഇബ്ലീസ് അഹങ്കാരം കാട്ടുകയുണ്ടായി. ഇബ്ലീസ് അഹങ്കാരിയായി മാറുകയുണ്ടായി. വകാന മിനൽ കാഫിരീൻ, അവൻ അവിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടുപോയെന്ന് ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആരായിരുന്നു ഇബ്ലീസ്? മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വർഗ്ഗത്തിന്റെ കാവൽക്കാരനായിരുന്നു. 40,000 കൊല്ലം സ്വർഗ്ഗത്തിന്റെ കാവൽക്കാരനായിരുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അതുപോലെ തന്നെ 80,000 കൊല്ലം മാലാഖമാരോടൊപ്പം സഹവസിച്ച വ്യക്തിയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അതുപോലെ 20,000 കൊല്ലം മാലാഖമാർക്ക് വഅദ് പറഞ്ഞു കൊടുത്ത ആളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ അർശുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിൽ 14,000 കൊല്ലം തവാഫ് ചെയ്ത, പ്രദക്ഷിണം ചെയ്ത വ്യക്തിയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇത്രയൊക്കെ സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ട് പോലും അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാത്ത കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ശപിക്കുകയാ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാ, എന്തേ ആദമിന് സുജൂദ് ചെയ്തില്ല? എന്റെ കൽപ്പന എന്തേ അനുസരിക്കാഞ്ഞത്?
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് പറയുമ്പോൾ ഇബ്ലീസ് പറയുകയാണ് ഖുലിഖ്തു മിന്നാർ വ ഖുലിഖ മിൻ തീൻ. അല്ലാഹുവേ, ഞാൻ തീയാൽ പടയ്ക്കപ്പെട്ടവനാണ്. അല്ലാ, തീയാൽ പടയ്ക്കപ്പെട്ടവൻ എപ്പോഴും ഉയർന്നാണ് നിൽക്കേണ്ടുന്നത്. അല്ലാ, അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആദമിന് സുജൂദ് ചെയ്യില്ല. അല്ലാ, ആദമാണെങ്കിലോ മണ്ണിനാൽ പടയ്ക്കപ്പെട്ടവനാണ്. മണ്ണിനാൽ പടയ്ക്കപ്പെട്ടവന് എങ്ങനെയാണ് തീയാൽ പടയ്ക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുന്നത് എന്ന് അല്ലാഹുവിനോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മറുപടി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറയുന്നു ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. ഇറങ്ങടാ, സ്വർഗത്തിൽ നിന്നും ഇപ്പോൾ നീ ഇറങ്ങണം. കാരണം നീ ശപിക്കപ്പെട്ടവനായിരിക്കുകയാ, നീ ശപിക്കപ്പെട്ടവനായിരിക്കുകയാ. ഫഇന്ന അലൈകൽ ലഅനത ഇലാ യൗമിദ്ദീൻ. ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾ നിന്നെ ശാപസരങ്ങൾ കൊണ്ട് മൂടുന്നതാടാ, നീ ശപിക്കപ്പെട്ടവനാടാ, ഇറങ്ങടാ സ്വർഗത്തിൽ നിന്നും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് പറയുന്നതായി ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്.